നടത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയിലും ഒട്ടേറെ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനും ഒരു മയക്കുമരുന്ന് വ്യാപാരിയും ഒരു മയക്കുമരുന്നിന്റെ കണ്ണിയും ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ഈ നാട്ടിൽ നടക്കുന്നത്. തൊടുപുഴയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായിരിക്കുന്നു. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ടി ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 18.18 ഗ്രാം MDMA, 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് TS ഷിയാസ്. വല്ല കാര്യമുണ്ടോ ഡിവൈഎഫ്ഐ നേതാവെ ഒരു സംഘടനയുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി? യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും ഇതേപോലുള്ള ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്. അവരെ എടുത്ത് കൈയോടെ പിടിച്ചിടുക എന്നുള്ളതാണ്. ഈ സംഘടന വഴി വരുന്ന ബന്ധമൊക്കെയാണ് ഇവരുടെ ക്ലയന്റ് വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മോശമായി പോയി എന്ന് നമുക്ക് പറയാം. ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് മോശമായി പോയി എന്നൊരു വാക്കേ പറയുന്നുള്ളൂ. മറ്റാരെങ്കിലും ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ ഗർഭപാത്രം വരെ തപ്പിപ്പോയനെ മൊട്ടാരുണ്. സംഭവം എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം വലിയ ദുഃഖിതനാണ്. കാരണം ഇങ്ങനെ ഒരു റിസൾട്ട് അത് പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല അത് വന്നതിന് ശേഷം, കാരണം എന്താണോ ഭയപ്പെട്ടത്, എന്തിനു വേണ്ടിയാണോ എലക്ഷൻ കാലത്ത് പണിയെടുത്തത്, ആർക്ക് വേണ്ടിയാണോ പണിയെടുത്തത്, ഈ ഭയം ഇങ്ങനെ പലതും സംഭവിക്കുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് അങ്ങനെ പണിയെടുത്തത്. പക്ഷേ എത്രയൊക്കെ പണിയെടുത്തിട്ടും എലക്ഷൻ റിസൾട്ട് ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലൊക്കെ അപ്പുറം ആ പ്രതീക്ഷകളെയൊക്കെ തള്ളിക്കൊണ്ടുള്ള വലിയൊരു എലക്ഷൻ റിസൾട്ട് വരുന്നു. ഇപ്പോഴിതാ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി, പോരാത്തതിന് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടവൻ, ബിനീഷ് കോടിയേരിയുമായി അടുത്ത ബന്ധമുള്ളവൻ, ബിനീഷ് കോടിയേരിയുമായി ബിസിനസ് ബന്ധമുള്ളവൻ, ബിനീഷ് കോടിയേരിയുമായി എല്ലാ അർത്ഥത്തിലുമുള്ള ബി ഫോർ ബിനീഷ്, ബി ഫോർ ബോസ് ബിനീഷ്, ബി ഫോർ ബാംഗ്ലൂർ, ബി ഫോർ ബിസിനസ്, അങ്ങനെ എല്ലാം ബിയിൽ തുടങ്ങുന്ന ബന്ധങ്ങൾ ബിനീഷ് കോടിയേരിയുമായുമുള്ള ഈ പറയുന്ന ഷിയാസ് എന്ന് പറയുന്നവൻ അങ്ങനെ പൊക്കിയിരിക്കുന്നു എന്നുള്ളത് മൊട്ടയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പറയുമ്പോൾ എന്തെങ്കിലും ഒന്നിങ്ങനെ പറഞ്ഞ് കത്തിച്ച് മൂട്ടിന് തീ കൊടുത്ത് എരിതീയിൽ എണ്ണയൊഴിച്ച് ഇങ്ങനെ കത്തിച്ച് കൊണ്ടുവരുമ്പോൾ ഇവന്മാരെ പോലെയുള്ളവർ അതിന് മുകളിലൂടെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചാൽ എന്ത് ചെയ്യും? മൊട്ട എന്ത് ചെയ്യും? കഷ്ടമായി പോയി എന്ന് പറയാൻ മാത്രം വിധിക്കപ്പെട്ടവനാണ്. കാരണം അതിനപ്പുറം പോകാൻ. വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ അമ്മയുടെ ഗർഭപാത്രം വരെ തപ്പിപ്പോയേനെ ഇവൻ, അല്ലേ? അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. എന്തേ ഇവനും ബിനീഷ് കോടിയേരിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാത്തത്? അന്വേഷിക്കണമല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ചപ്പോൾ ആ വ്യക്തിയും സതീശനും തമ്മിലുള്ള ബന്ധങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ കഷ്ടമായിപ്പോയി, മോശമായിപ്പോയി, അത്രയേ പറയാൻ കഴിയുന്നുള്ളൂ. ഈ വ്യക്തിയും ബിനീഷ് കോടിയേരിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നില്ല. ഈ വ്യക്തിയും ഡിവൈഎഫ്ഐയുടെ നേതാക്കളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നില്ല. ഈ വ്യക്തിയും ഈ പറയുന്ന CPMന്റെ നേതാക്കളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ബിസിനസ് ഇടപാടുകൾ അന്വേഷിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷനുകൾ അന്വേഷിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള കള്ളപ്പണം ഇടപാട് അന്വേഷിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ഹവാല പണി ഇടപാട് അന്വേഷിക്കുന്നില്ല. ഒന്നും അന്വേഷിക്കുന്നില്ല, അല്ലേ? ഇപ്പം മുഖ്യമന്ത്രി സതീശൻ്റെ ഒപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരപരാന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നും പറയാനില്ല. ഗർഭപാത്രം അന്വേഷിക്കണ്ട, ഗർഭമുണ്ടാക്കിയവനെ അന്വേഷിക്കണ്ട, ആരെയും അന്വേഷിക്കണ്ട. ആകെ ഒരൊറ്റ വാക്ക്, മോശമായിപ്പോയി. എന്താ ഒരു ധാർമ്മികത, എന്താ ഒരു മാധ്യമ പ്രവർത്തനം? കണ്ടു പഠിക്കണം, അല്ലേ ഈ മൊട്ട അരുണിനെ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സതീശൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം,
രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ പണിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ ചരട് വലിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വി.ഡി. സതീശൻ ചരട് വലിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താനുള്ള പണി വി.ഡി. സതീശൻ എടുക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇവൻ്റെ കണ്ടെത്തലുകൾ. മനസ്സിലാക്കണം നിങ്ങൾ. പക്ഷേ ഈ പറയുന്ന ബിനീഷ് കോടിയേരിയുടെ ബിസിനസ് പാർട്ട്ണർ, ഏത് ബിസിനസ്? മയക്കുമരുന്ന് കച്ചവടത്തിലെ പാർട്ട്ണർ. ആ പാർട്ട്ണറെ പിടിക്കപ്പെടുമ്പോൾ ഇവനിക്ക് ഗർഭപാത്രവും അന്വേഷിക്കേണ്ട, ഗർഭമുണ്ടാക്കിയവനെ അന്വേഷിക്കേണ്ട. ആകെ ഒറ്റൊരു വാക്ക്, മോശമായിപ്പോയി. ആലോചിക്കണം. ഈ പറയുന്ന മാധ്യമപ്രവർത്തനം എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഇതിന് മാധ്യമപ്രവർത്തനം എന്നല്ലല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാൻ കഴിയൂ. കാരണം എന്താ? ഈ പറയുന്ന ആളുകളൊക്കെ മത്സരിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി പണിയെടുത്തവനായി ഇവൻ. മനസ്സാക്ഷി അനുവദിക്കുമോ? കാരണം വലിയ വിപത്തുകൾ, ആപത്തുകൾ വരാനിരിക്കുന്നുണ്ട്. അത് വരിക തന്നെ ചെയ്യും, വരാതിരിക്കില്ല. അങ്ങനെയുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചില ആപത്തുകൾ, ചില അപകടങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി കാണാനും കഴിയില്ല. നമ്മൾ അങ്ങനെ ഒരു ആപത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല. പക്ഷേ ഈ മൊട്ട അരുണിനെ പോലെയുള്ളവർ ഈ ആപത്തുകളെ കുറിച്ചൊക്കെ മുൻകൂട്ടി കാണുന്നത്. ഇപ്പോൾ ഇവൻ പണിയെടുക്കുന്ന സ്ഥാപനം, ജോലിയെടുക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ 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 അപകടങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത്രയും ദിവസം അപകടങ്ങളൊന്നും വന്നില്ല. ഇത്രയും ദിവസം സൈൻ ബോർഡുകൾ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പം നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ലേ, ചിലയിടങ്ങളിൽ ആക്സിഡൻറ്റ് മേഖല, സൂക്ഷിച്ചു പോവുക, വേഗത കുറക്കുക എന്നൊക്കെയുള്ള സൈൻ ബോർഡുകൾ കാണാം. അതുപോലെ ഇത്രയും ദിവസം സൈൻ ബോർഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപകട സ്പോട്ടിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. അപകട സ്പോട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പണിയെടുത്ത് എന്താ ഇത്, എന്തായിരുന്നു പണി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ, പണി ഇവിടെ ഒന്നല്ല തീരുന്നേ, ഇനി വേറെ പണി നിങ്ങൾക്ക് കാണണോ? സതീശനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പണി അത് കാണണോ നിങ്ങൾക്ക്? നിങ്ങളടക്കം ഇപ്പം എനിക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം, അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കുക. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്കെതിരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റുകളാണ്, അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ്. അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ, നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ്, എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കുക ഈ സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും. സതീശനെ കൊടുക്കാൻ വേണ്ടിയിട്ടാ, സതീശനെ മുട്ടുകുത്തിക്കാൻ. മൊട്ട അരുൺകുമാറിൻ്റെ ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധം, ഞാൻ പറയുന്നില്ല കേട്ടോ, മൊട്ട തന്നെ പറയുന്നതാ. മൊട്ടയുടെ ആയുധമെന്ന് പറയുന്നത് മൊട്ടയുടെ ഈ കൂടെയുള്ള മാമാപ്പണിക്കാരാണ്. ആ മാമാപ്പണിക്കാരിൽ ഏറ്റവും അപകടകാരിയായ, ഏറ്റവും മൂർച്ചയുള്ള ആയുധം അതാണ് ഈ പറയുന്ന പക്കിപ്പാല്, അല്ല റോഷിപാല്. ആ റോഷിപാല്, ആ പാലിനെയാണ് സതീശനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങോട്ട് അയക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടും, ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന AKG സെൻറ്റർ മാതൃകയാക്കാൻ പോവുകയാണ്. AKG സെൻറ്ററിലുണ്ടല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ, ചോദ്യം ചോദിക്കുന്ന ഈ ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകർ, സോക്കോൾഡ് മാപ്രകൾ, ആ മാപ്രകളെ കൂടി ചിത്രീകരിക്കുന്നുണ്ടല്ലോ. അതുപോലെ മുഖ്യമന്ത്രിയുടെ ആഫീസിലും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ കൂടി കാണിക്കാൻ പോവുക. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ കാണിക്കാതിരിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഈ പറയുന്ന റോഷി പാൽ, ആ പാലിനെയാണ്, പാല് അതന്നെ, ആ പാലെന്നെ, ആ പാലിനെയാണ് സതീശനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. മനസ്സിലാക്കണം. ഇതേ പാല് തന്നെയാണ് എന്താക്കിയത്? രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ വലിയ അന്വേഷണാത്മക ജേർണലിസം, മാധ്യമപ്രവർത്തനം നടത്തിയത്. ഏത് പാല്? ഈ പാല് തന്നെയാണ്, ഈ പാലും കൂട്ടരുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത ആൾക്കാർ. ഏത്? ഈ പാലും കൂട്ടരും. ഈ പാലാണ്
വേറെ ഒരു ചങ്ങാതി 3 ക്യാമറ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഒളിക്യാമറ യുദ്ധം നടത്തിയവൻ. ഏത് ഒളിക്യാമറ യുദ്ധം? 3 ക്യാമറ മുന്നിൽ വെച്ചിട്ട് പറയാണ് ഒളിക്യാമറയാണ്. ഒളിക്യാമറ യുദ്ധം നടത്തിയത് അതും ഈ പാല് തന്നെയാണ്. ഈ പാലാണ് കഴിഞ്ഞ മാസം ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകം എഴുതാൻ മാത്രമുള്ള പാലൊന്നും ഇവനിക്കില്ല. പിന്നെ എന്താണ് അത് ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ നടക്കുന്ന PR വർക്കുകളുടെയൊക്കെ ഒരു ഭാഗം. പലരുടെയും PR വർക്ക് നടത്തുന്നവൻ ചിന്തിക്കുകയാണ്, ഞാൻ സ്വയമേ എനിക്ക് വേണ്ടി ഒരു PR വർക്ക് നടത്തിയാൽ എന്താ? അങ്ങനെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കിയവനും ഈ പാല് തന്നെയാണ്. അപ്പോൾ ഈ പാലിനെയാണ് സതീശനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലെ മീഡിയ റൂമിലേക്ക് ഈ മൊട്ട അരുൺ പറഞ്ഞു വിടുന്നത്. കാരണം എന്താ, മൊട്ട അരുണിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, മൊട്ട അരുണിൻ്റെ ആവരാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അതൊക്കെ ഈ പാലാണ്. പക്ഷേ ഈ പാലിനെപ്പോൾ കാണാനില്ല. ഇപ്പോൾ പാല് പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്താണ് ഡ്യൂട്ടി, ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിലാണ് എനിക്ക് ഡ്യൂട്ടി. ഇപ്പോൾ ഈ പറയുന്ന DYFIക്കാരനെ പൊക്കിയിരിക്കുന്നത് തൊടുപുഴ ബ്യൂറോ ആണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഡ്യൂട്ടി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കുമ്പോൾ അത് എവിടെയാണോ പൊക്കുന്നത് അവിടെ ഡ്യൂട്ടി ഇടുകയായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കിയപ്പോൾ എവിടെയാണോ പൊക്കിയത്, പാലക്കാടാണെങ്കിൽ പാലക്കാട് ബ്യൂറോയിൽ, ഇനി എല്ലാ പത്തനംതിട്ടയിലാണെങ്കിൽ പത്തനംതിട്ട ബ്യൂറോയിൽ, അങ്ങനെയൊക്കെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ DYFIക്കാരനെ പൊക്കുമ്പോൾ എനിക്ക് അവിടെ ഡ്യൂട്ടി ഇല്ല, എനിക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. ഇപ്പോൾ മൊട്ടയ്ക്ക് എന്താക്കണ്ട, ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമൊന്നും ഇപ്പം നടത്തണ്ട. കാരണം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷിയാസ് മാത്രമല്ല, ഷിയാസിൻ്റെ ബോസുമാർ അവരും പിടികൂടേണ്ടതായിട്ട് വരും, അവർക്കെതിരെയും വാർത്തകൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വെളുപ്പിച്ചവൻ തന്നെ ഇവർക്കെതിരെ വാർത്ത നൽകേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് മൊട്ട കഷ്ടമായിപ്പോയി, മോശമായിപ്പോയി. ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ഗർഭം അറിയണ്ട, ഗർഭപാത്രം അറിയണ്ട, ഗർഭമുണ്ടാക്കിയവനെ അറിയണ്ട, ആരെ അറിയണ്ട മൊട്ടക്ക്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിലോ, DYFIക്കാരനായതുകൊണ്ട് ഇതൊന്നും അറിയണ്ട. ഇനി വല്ല കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ UDFകാരനോ ആരെങ്കിലും ആണെങ്കിൽ, ഇനി ഇതൊന്നും അല്ലെങ്കിലും CPMുമായിട്ട് എന്തെങ്കിലും ശത്രുതയുള്ള വ്യക്തികളിൽ പെടുന്ന ആരെങ്കിലുമാണ് എന്തെങ്കിലും കേസുകളിൽ പെടുന്നതെങ്കിൽ അവൻ്റെ എന്താ പറയേണ്ടത്, അണ്ടകടാഹത്തിൽ പോലും ഇവൻ കൊണ്ടുപോയി ക്യാമറ വെക്കും. മാധ്യമപ്രവർത്തനാണ്. പക്ഷേ മൊട്ടയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒരു ശോകമൂകമായ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം അടുത്ത 5 വർഷക്കാലത്തേക്ക് തുടരുമെന്നാണ് മൊട്ടയുടെ കൂടെയുള്ളവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ്, മഴക്കാല മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പൊക്കെ വരാറുണ്ടല്ലോ. അതുപോലെ മൊട്ടയുടെ കൂടെയുള്ളവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ്, അടുത്ത 5 വർഷക്കാലത്തേക്ക് ഇത് തന്നെ തുടരും. ഇപ്പോൾ നിങ്ങൾ മഴ മുന്നറിയിപ്പ് വരുന്നത് കണ്ടില്ലേ, അടുത്ത 24 മണിക്കൂർ, അല്ലെങ്കിൽ അടുത്ത 48 മണിക്കൂർ, അല്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പക്ഷേ മൊട്ടയെ സംബന്ധിച്ചിടത്തോളം 48-24 മണിക്കൂറിലൊന്നും തീരൂല. അടുത്ത 5 വർഷക്കാലത്തേക്ക് ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭയങ്കര ദുഃഖത്തിലാണ്. ദുഃഖം ഘനീഭവിക്കുന്ന മുഖവുമായിട്ടാണ് മൊട്ട ഇപ്പോൾ രാവിലെ സ്റ്റുഡിയോ റൂമിലേക്ക് എത്തുന്നത്. വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത വേദനയിലാണ്. ഒന്നും പറയാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ. പറയുന്നതും ചെയ്യുന്നതൊക്കെ അടുത്ത സെക്കൻഡിൽ പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.